ഏഷ്യൻ മാർക്കറ്റിലും അമേരിക്കൻ ഫ്യൂച്ചറുകളും ഏറെക്കുറെ നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അമേരിക്കൻ ഫ്യൂച്ചർ ഫ്ലാറ്റ് സൈഡിലും യൂറോപ്യൻ ഫ്യൂച്ചർ നെഗറ്റീവ് സൈഡിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.15% ഇടിഞ്ഞപ്പോൾ കൊറിയൻ ഇൻഡെക്സ് ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില 2.5% വർദ്ധിച്ച് $69 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോൾഡിൻ്റെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഫോക്കസ് ചെയ്യാവുന്നതാണ്. കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാം. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി ചേർന്ന് 5 വർഷം നീണ്ടു നിൽക്കുന്ന മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 44 കോടി രൂപയുടെ ഓർഡറാണ് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജിക്ക് ലഭിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. TGV സ്ട്രാക്ക് എന്ന കമ്പനി 5 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് വഴി കമ്പനിയുടെ സോളാർ പവർ ജനറേഷൻ കപ്പാസിറ്റി 50 മെഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് എമിക്കോ എൽക്കോൺ എന്ന സ്റ്റോക്കാണ്. എമിക്കോ എൽക്കോൺ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ 7 ലക്ഷം ഷെയറുകൾ ഓഫ് ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. IPCA ലബോറട്ടറീസ് ബയോസിമിലർ സയൻസ് USA എന്ന കമ്പനിയുമായി ചേർന്ന് ടെക് ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IPCA ലബോറട്ടറീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാം. 1:1 എന്ന റേഷ്യോയിൽ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്വാളിറ്റി പവർ ടൂൾസ് എന്ന കമ്പനി ഹുയാങ്സാങ് T&D ഇന്ത്യ എന്ന കമ്പനിയുമായി ചേർന്ന് ഗ്യാസ് ഇൻസുലേറ്റഡ് സ്വിച്ച് ഗിയർ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോർമർ മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്വാളിറ്റി പവർ ടൂൾസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസവും സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഇന്ന് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് പനീഷ്യ ബയോടെക് എന്ന സ്റ്റോക്കാണ്. പനീഷ്യ ബയോടെക് എന്ന കമ്പനി 2 ബേബി കെയർ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിക്കോ മോം എന്ന പേരിൽ ഒരു ബേബി സ്കിൻ കെയർ പ്രൊഡക്റ്റും കൂടാതെ ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുമാണ് കമ്പനി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 457 കോടി ഷെയറുകൾ 4054 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആരതി ഡ്രഗ്സ് എന്ന കമ്പനി ഡിവിഡൻറ്റും ബൈബാക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 278 കോടി രൂപയായിരിക്കും കമ്പനി ഡിവിഡൻറ്റായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആരതി ഡ്രഗ്സ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന കമ്പനിക്ക് ക്ഷേമ ജനറൽ ഇൻഷുറൻസിൽ നിന്നും 21 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.